കൊല്ലം കുളത്തൂപ്പുഴ 50 ഏക്കർ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വനംവകുപ്പിന്റെ നഴ്സറിയോട് ചേർന്ന ഭാഗത്താണ് കഴിഞ്ഞ ദിവസം 2 കാട്ടാനകൾ എത്തിയത്. പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, ഈ കുളത്തൂപ്പുഴയാണ്, പക്ഷേ ജനവാസ മേഖലയിലാണ് ഈ കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. അത് 2 കാട്ടാനകൾ. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികളാണ് ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ പ്രതിഷേധം? ലക്ഷ്മി, കുളത്തൂപ്പുഴ 50 ഏക്കർ ഭാഗത്താണ് 2 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇത് പതിവാകുന്നുണ്ടെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പരാതി ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പ്രദേശത്ത് ഈ കാട്ടാനയുടെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട് എന്നും പറയുന്നു. ഈ ജനവാസ മേഖലയാണ് ഈ പ്രദേശം. 50 ഏക്കർ എന്ന് പറയുന്ന ഈ പ്രദേശം ജനവാസ മേഖലയാണ്. നിരവധി ആളുകൾ ഈ ഭാഗത്ത് താമസിക്കുന്നതും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്നത് ഒരു വലിയ ഭീഷണിയാവുന്നുണ്ടെന്നാണ് പരാതി ഉയരുന്നത്. എന്നാൽ അതിനെതിരെ ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്തു നിന്നൊന്നും നടപടി കാര്യമായിട്ട് ഉണ്ടാകുന്നു എന്നടക്കം കാര്യങ്ങൾ ഇനി ഉണ്ടാകുന്നില്ല എന്നൊരു പ്രതിഷേധവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ മാസം ഒരു ബൈക്ക് യാത്രക്കാരനെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിരന്തരം ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ കാരണം കൂടി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ത് കാരണം കൂടി കണ്ടുപിടിക്കണമെന്നടക്കമുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. അതായത് ഈ ഇത്തരത്തിൽ നിരന്തരം ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത് അത് പിന്നീട് ജീവനും സ്വത്തിനും അടക്കം ഭീഷണി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കുറച്ചുകൂടി പിന്നോട്ട് വരികയാണെങ്കിൽ, അതായത് കുറച്ചുകൂടി കാട്ടാനകൾ ഇങ്ങ് മലയിലേക്ക് കാടിറങ്ങി വരികയാണെങ്കിൽ അത് പിന്നീട് ജനങ്ങളെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യും. അത്തരമൊരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടി വേണമെന്നൊരു ആവശ്യവും ശക്തമാണ്. ഇത്തരത്തിൽ ഇപ്പോൾ ഈ നിരന്തരമായി ഇങ്ങനെ കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇന്നും ഇത്തരത്തിൽ കാട്ടാന ശല്യം ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി, ശരി. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.